Good morning. Good morning, Miss. Morning. How are you? Fine, Miss. Fine. Advait, video on ചെയ്തേ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. Good morning, Miss. Good morning. Good morning. ഇതേ ഫോണിന്റെ പ്രശ്നങ്ങൾ തീർന്നോ മോനെ? ഓക്കെ ആയോ ഫോണിന്റെ? ആദ്യത്തേവേ ശരിയായി. ഓക്കെ. ആൻഡ്രോസ് ചെയർ മാത്രല്ലേ കാണുന്നുള്ളൂ? ആൻഡ്രോസിനെ കാണുന്നില്ലല്ലോ. Good morning, Miss. പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? ഇപ്പോഴെല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ടല്ലേ? ദേവാഞ്ജന ഇതൊരു ഉഷാറില്ലാത്ത ദേവാഞ്ജനക്ക്. ഷംവിൽ ആൻഡ് റോസ് ഇവർ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ വീഡിയോയില്. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ. വന്നവരൊക്കെ ഒന്ന് പ്രസന്റ് ടൈപ്പ് ചെയ്യുക. Take your Hindi textbook. Good morning, Miss. Good morning. Take your Hindi textbook. അദ്വൈതേ ഓർക്കപ്പിച്ചിലുള്ളത് നേരത്തെ എഴുതിട്ടില്ലേ? എന്താടാ കണി കാണാതിരിക്കും പോലെ? അദ്വൈതേ ഞാൻ പറഞ്ഞില്ലേ മിസ് വരുമ്പോ നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വരാന്ന് പറഞ്ഞതല്ലേ? മിസ് അതിലൂടെ അല്ലേ വരുന്നത്? എന്റെ ഉറക്കക്ഷീണം ഇതുവരെ മാറിയില്ല. ഒരു 2 ദിവസല്ലേ അദ്വൈത രാവിലെ എഴുന്നേറ്റ് ശീലം വന്നു കഴിഞ്ഞാല് പിന്നെ തനിയെ ആ സമയത്ത് എഴുന്നേറ്റ് പോകും. ഒരു 2 ദിവസമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോഴേ നല്ല നല്ല ശീലങ്ങൾ പഠിച്ചോ. എഴുന്നേറ്റൊക്കെ നല്ല നല്ല ശീലങ്ങള് പഠിച്ചു വെക്ക. നല്ല മക്കളാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ 5ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല മക്കളാവുന്നു. കാരണം എന്തേ? അവർ രാവിലെ എഴുന്നേറ്റ് ശീലം വന്നു അല്ലെ? നല്ല ശീലങ്ങളാ പഠിക്കുന്നത് അല്ലേ? ഒരു 10 മണി വരെ ഉറങ്ങുന്നത് നല്ല ശീലാണോ? നോ. അപ്പൊ മിസ്സിന്റെ മക്കളാണ് നല്ല മക്കളാവര്. കണ്ടോ? മിസ് പറഞ്ഞത് കറക്റ്റ് ആവും. കണ്ടോ ലാസ്റ്റ്? അപ്പൊ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എക്സാം ടൈം ടേബിൾ എക്സാം ആവാറായി അല്ലേ? ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ എക്സാം നടക്കുകയാണ്. മക്കള് വല്ലതും പഠിക്കുന്നുണ്ടോ? ഹിന്ദി മാത്രല്ല എല്ലാ വിഷയവും നന്നായിട്ട് പഠിക്കണം. നല്ല മാർക്ക് വാങ്ങണേ. മിസ് അത് എടുത്ത് എത്ര വരെ? 4 ലെസൺ ആണെങ്കിൽ 4 ലെസൺ. ഫസ്റ്റിലത്തെ 4 ലെസൺ ആണ് എക്സാമിന് വരിക. എന്താണ് മിസ് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്തിരുന്നു. മിസ്സിന് ക്ലിയർ ആയിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. മിസ് എക്കോ വരുന്നുണ്ട്. റിപ്പീറ്റ് ആയി വരുന്നു. എങ്ങനെ? മിസ് എക്കോ വരുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. മിസ്സേ ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ 1-ാം തീയതി തൊട്ടാണോ മിസ്സേ? മിക്കവാറും ആയിരിക്കും. 4-ാം തീയതി അങ്ങനെയാണ് ഹിന്ദിയുടെ എക്സാം കണ്ടത്. സംശയമുണ്ട്. ഫസ്റ്റ് വീക്ക് തന്നെ. അപ്പൊ നമുക്ക്
4 ലെസൺ കഴിഞ്ഞു അല്ലേ? ഹിന്ദിയിലെ 4 ലെസൺ കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്കില്. 4 ലെസണില് 4ാമത്തെ ലെസൺ നമുക്ക് ഇന്ന് പറയാനുള്ളത്. പദ്യം വരുമോ മിസ്സേ? പദ്യോ? ഇല്ല, പദ്യം ഇല്ല. ഞാൻ പറയാതെ പറഞ്ഞുതരാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്ന വർക്കുകള് എല്ലാം പഠിക്കണം. അതുപോലെ നോട്ട്ബുക്കിൽ തന്ന വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പഠിക്കണം. പഠിക്കണം ബൈ ഹാർട്ട് ആക്കി പഠിക്കണം എന്നല്ല മീൻസ് ഉദ്ദേശിക്കുന്നത്. ഒരു റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. കേട്ടല്ലോ? എല്ലാ മക്കളും റഫ് ബുക്കില് ഹിന്ദി എഴുതി പഠിക്കണം. ഹിന്ദിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു വരിക. അപ്പൊ മക്കൾ പറയും, മിസ് പഠിപ്പിച്ചതുപോലെ ഞാൻ എഴുതിയല്ലോ, എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, എവിടെയാ മാർക്ക് പോയത് മിസ് എന്നെല്ലാം ചോദിച്ച് കരയാൻ നിൽക്കും അല്ലെ? അപ്പൊ അതെന്താ പ്രശ്നം? സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളുടെ വേർഡിന് മീനിങ് മാറും. അപ്പൊ നിങ്ങള് എല്ലാവരും 4 പാഠങ്ങളാണ് എക്സാമിന് വരുന്നത്. 4 പാഠങ്ങൾ നമ്മൾ എടുത്തു. ആ 4 പാഠങ്ങള് നന്നായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങണം കേട്ടോ. ആരാ നമുക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ ഹിന്ദിയിൽ ഫുൾ മാർക്ക് വാങ്ങും നോക്കട്ടെ. അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് മിസ് സ്പെഷ്യൽ ആയിട്ട് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നത്, അതുപോലെ നന്നായിട്ട് പഠിക്കുന്നത്, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നത് അവർക്കൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? പേജ് നമ്പർ 21. അപ്പൊ മക്കളെ, നിങ്ങളുടെ 3ാമത്തെ ലെസൺ വരെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കംപ്ലീറ്റ് ആയിരിക്കണം. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതേപോലെ തന്നെ കോപ്പി റൈറ്റിംഗ് മിസ് പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് എങ്കിൽ ഒരു പേജാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഒരു പേജാണ് ഹിന്ദിയിലെ കോപ്പി റൈറ്റിംഗ് എഴുതേണ്ടത്. അപ്പൊ ഒരു മാസം 4 ബുധനാഴ്ച ഉണ്ടാവും. ആ 4 പേജ് ജൂണിലത്തതും, ജൂലൈയിൽ അതുപോലെ ഇനിയിപ്പോ ഇന്നത്തെ കൂടി ആകുമ്പോ 4 പേജ് ജൂലൈക്ക്, അങ്ങനെ 8 പേജ് വരും ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ കോപ്പി റൈറ്റിംഗ് എത്ര പേജ് ഉണ്ടാവണം? 8 പേജ്. അപ്പൊ നിങ്ങള് ഇവിടെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ഡേറ്റ് പറയുന്നില്ലേ? സബ്മിറ്റ് ചെയ്യുമ്പോ കുറച്ചു പേര് ടെക്സ്റ്റ് കൊണ്ടുവരും, കുറച്ചു പേര് നോട്ട് കൊണ്ടുവരുന്നു, കുറച്ചു പേര് കോപ്പി റൈറ്റിംഗ് കൊണ്ടുവരാതിരിക്കുന്നു. അങ്ങനെയല്ല, സബ്മിറ്റ് ചെയ്യുമ്പോ നിങ്ങളുടെ ഈ ഹിന്ദിയിലെ 3 ബുക്കുകളും ഇവിടെ നിർബന്ധമായും എത്തിയിരിക്കണം. ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റിംഗ്. പകുതിയിലധികം വർക്കുകളും ടെക്സ്റ്റ് ബുക്കിലാണ് അല്ലെ? പകുതിയിലധികം വർക്കുകൾ മിസ്സാവുന്ന എല്ലാം ഒന്നും എഴുതിക്കാറില്ല ഞങ്ങളെ നോട്ട്ബുക്കിൽ. കാരണം നിങ്ങൾക്ക് ഇനി എല്ലാം കൂടി വർക്ക് കുറെ കൂടുതൽ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ക്ലിയർ ആയോ? ഇപ്പോ ക്ലിയർ ആണ് മിസ്. അപ്പൊ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നിർബന്ധമായും ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, കോപ്പി റൈറ്റിംഗ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മറന്നുപോയി എന്നുള്ള ഒരു കാരണവും പറയരുത്. മറന്നു പോവോ മക്കളെ? എല്ലാവരും എത്തിക്കൂലേ? ഓക്കെ മിസ്സേ, നമുക്ക് കോപ്പി റൈറ്റിംഗ് ഇല്ല. ദേവപ്രിയ, കോപ്പി റൈറ്റിംഗ് ബുക്കില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. ദേവപ്രിയ എവിടെ? ദേവപ്രിയക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടിയില്ലേ? ഇല്ല, ഇംഗ്ലീഷിന്റെ കിട്ടിയുള്ളൂ. 2 ലൈൻ ഇല്ല കോപ്പി റൈറ്റിംഗ്? നോട്ട്ബുക്ക് 2 ലൈൻ കോപ്പി റൈറ്റിംഗിന്റെ ബുക്ക് കിട്ടിയോന്ന് എന്റെ ചോദ്യം. എബിനില്ല? ഇംഗ്ലീഷിനുണ്ട് മിസ്സേ. ഞാൻ ഹിന്ദിയുടെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന്റെ കാര്യം പറയല്ലേ? ഹിന്ദിയുടെ 2 ലൈൻ കോപ്പി റൈറ്റിംഗ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? അതാണ് എനിക്ക് ആൻസർ ഇടേണ്ടത്. ഒന്നും ഇടുന്നില്ലല്ലോ.
ടൂൾ ആൻഡ് കോപ്പി ബുക്ക് ഇല്ലാത്തവരൊന്ന് മിസ്സിനൊന്ന് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് വിടണേ. ടൂൾ ആൻഡ് ഹിന്ദിയുടെ കോപ്പി റൈറ്റിംഗ് ബുക്ക് ഇല്ലാത്തവര്. യെസ് അദ്വൈതേ, ഓക്കെ. അതില്ലാത്തവര് നിങ്ങൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് മെസ്സേജ് വിടുക. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യാ, പറ്റുമെങ്കിൽ ഒരു ടൂൾ ആൻഡ് ബുക്ക് നിങ്ങളുടെ പേരന്റിനോടൊന്ന് വാങ്ങിത്തരാൻ പറയൂ കേട്ടോ. യെസ്, ടൂൾ ആൻഡ് കോപ്പി. നിങ്ങള് ഒന്നത് എഴുതി കംപ്ലീറ്റ് ആക്കണം കേട്ടല്ലോ. മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയക്കണേ കോപ്പി റൈറ്റിംഗ് ബുക്ക് ഇല്ലാത്തവര്. ആരൊക്കെയാണ് അവർ ഇന്ന് തന്നെ അയച്ചിരിക്കണം മെസ്സേജ്. കോപ്പി റൈറ്റിംഗ് ബുക്ക് ഇല്ലാന്ന്, ടൂൾ ആൻഡ് കോപ്പി റൈറ്റിംഗ് ബുക്ക് ഇല്ലാന്നുള്ളത്. ഓക്കെ, ഇനി എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ഒരാളും വീഡിയോ ഓഫ് ചെയ്യല്ലേ. ആരും വീഡിയോ ഓഫ് ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല. ഓക്കെ, പേജ് നമ്പർ 21. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായിരുന്നു എടുത്തത് അല്ലേ? പേജ് നമ്പർ 21 എല്ലാവരും എടുത്ത് വെച്ചേ. പാഠം എടുത്തായിരുന്നു മിസ്. കദംബക്ക പേട് അത് കംപ്ലീറ്റ് ആയി തീർന്നോ നമ്മള്? പകുതിയെ എടുത്തുള്ളൂ. പകുതിയെ എടുത്തുള്ളൂ. ഫസ്റ്റ് പേജ് നമ്മൾ എടുത്തുള്ളൂ അല്ലേ? മിസ് ഒന്നും കൂടി കംപ്ലീറ്റ് ആക്കി തന്നിരിക്കാം. ഓ, പരീക്ഷ ആഗസ്റ്റ് 1 മുതൽ എത്ര വരെ ഉണ്ട് മിസ്സേ? ആ ഒരാഴ്ച മുന്നേ ടൈം ടേബിൾ തരും. ഒരാഴ്ചയായിരിക്കും ടൈം ടേബിൾ തരും. അപ്പൊ നോക്ക്, കദംബക്ക पेड़ कदम्ब ट्री अല്ലേ? इस कविता में बालक का अपनी मां के प्रति स्नेह तथा पुत्र के प्रति मां के वात्सल्य भाव का स्वाभाविक चित्रण किया गया है. കൃപ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മോളെ? കൃപ, ദേവപ്രിയ വീഡിയോ ഓഫ് ചെയ്യല്ലേ? അതായത് ഈ കവിതയിലൂടെ ഒരു കുട്ടി തന്റെ അമ്മയുടെ സ്നേഹം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹവും ആ അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹവും തിരിച്ചറിയാൻ വേണ്ടി, വാത്സല്യം തിരിച്ചറിയാനുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. കദംബക്ക പേട്. ഓക്കെ അല്ലേ? അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്താണ്, ഒരു കുട്ടി അതായത് ശ്രീകൃഷ്ണനെ പോലെ ആവാൻ വേണ്ടി അല്ലേ, ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദേവാഞ്ജന എന്താണ്? ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും എന്തൊക്കെ വർക്കുകൾ തന്നിട്ടുണ്ടോ എല്ലാം പഠിക്കണം. ഏതുണ്ടാവോന്നല്ല, അതിലുള്ള എല്ലാ വർക്കുകളും. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള എന്താണ്, ഒരു കുട്ടി ശ്രീകൃഷ്ണൻ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ശ്രീകൃഷ്ണൻ ആവാൻ മാത്രല്ല, ശ്രീകൃഷ്ണൻ മുമ്പ് ചെയ്യുന്നത് പോലെ യമുനാ തീരത്തുള്ള കടമ്പ് മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഓടക്കുഴൽ വായിക്കാനും അമ്മയെ കളിപ്പിക്കാനും ഒക്കെ ഒരു കുട്ടി തീരുമാനിക്കുന്നു അല്ലെ? ഒരു കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കൃഷ്ണനെ പോലെ ഞാൻ എന്ത് ചെയ്യും, കടമ്പ് മരത്തിന്റെ മുകളിലിരിക്കും, അമ്മയെ കാണാതെ ഒളിച്ചിരിക്കും, എന്നിട്ടോ ഓടക്കുഴലിലൂടെ അമ്മയെ അമ്മയെന്ന് വിളിക്കുമ്പോ അമ്മ എന്ത് ചെയ്യും, എന്നെ അന്വേഷിച്ച് പുറത്തിറങ്ങും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുകളിലോട്ടുള്ള കൊമ്പിലും മുകളിലോട്ട് കയറി ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കും അല്ലേ? ഒളിച്ചിരുന്നിട്ടോ അമ്മ വന്ന് അന്വേഷിക്കുമ്പോ കാണാൻ പറ്റുമോ? ഇല്ല. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി പേജ് നമ്പർ 22. കൃപ എവിടെ പോയി? പേജ് നമ്പർ 22 എടുക്കുക. അതാണ് ഇന്ന് പറയേണ്ടത്. गुस्सा होकर मुझे डांटती, कहती नीचे आजा, पर जब मैं न उधरता हंस कर कहती मुन्ना राजा, नीचे उधरो भैया तुम्हें मिठाई दूंगी, नए खिलौने माखन मिजरी
ദൂത് മലായി ദൂങ്കി. അപ്പൊ അമ്മ വന്ന് പുറത്തേക്ക് വന്നു അല്ലെ, ഓടക്കുഴലിലൂടെ അമ്മയെ അമ്മേന്ന് വിളിച്ച് അമ്മ വന്നിട്ട് അന്വേഷിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു? ഗുസ്സാ ഹോക്കർ മുജേ ഡാണ്ടത്തി, ദേഷ്യം വന്നിട്ട് എന്നെ ശകാരിക്കുന്നുണ്ടായിരുന്നു. കഹ്തി, എന്ത് പറയുന്നു? എന്ത് പറയുന്നു? നീച്ചേ ആ ജാ, താഴേക്ക് ഇറങ്ങി വരിക. മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. പർ ജബ് മേംന ഉദർത്താ ഹസ്കർ കഹ്തി, അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങി വരില്ല. ചെറിയ കുട്ടികളാകുമ്പോ എന്താ വിളിക്കും? അമ്മയെ കളിപ്പിക്കാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങി വരില്ല. അപ്പൊ എന്നോട് എന്താ വിളിക്കാന്ന? മുന്നാ രാജ. എന്താ മുന്നാ രാജ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാന്നറിയോ? എന്റെ പൊന്നു മോനെ ഒന്ന് താഴേക്ക് ഇറങ്ങുമോന്ന് ചോദിക്കൂലേ? ആ സോപ്പ് ചെയ്യൂല്ലേ, കുറച്ച് സോപ്പിങ് നടത്തും. എന്റെ മോനൊന്ന് ഇറങ്ങി വന്ന്, എന്റെ പുന്നാര മോനല്ലേ എന്നൊക്കെ പറയും. മുന്നാ രാജ. നീച്ചേ ഉദരോ, താഴേക്ക് ഇറങ്ങി വരൂ. മേരേ ഭയ്യ തുമേ മിഠായി ദൂങ്കി. ഭയ്യ എന്ന് പറഞ്ഞാൽ സഹോദര എന്നാണ്, ഏട്ടാന്നാണ്. ഇവിടെ ഏട്ടാന്ന് വിളിച്ചതല്ല, മോനെ തന്നെയാണ് കേട്ടോ. മോനെ, തുമേ മിഠായി ദൂങ്കി, നിനക്ക് ഞാൻ മിഠായി തരാം. നയേ ഖിലൗനെ, പുതിയ കളിപ്പാട്ടങ്ങൾ തരാം. മാഘൻ മിസരി ദൂത് മലായി ദൂങ്കി. ശ്രീകൃഷ്ണന്റെ അതേപോലെയല്ലേ ഇപ്പോഴുള്ളത്. ഇപ്പൊ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടം എന്താണ്? വെണ്ണയാണ്. വെണ്ണ കട്ടുന്നോണ്ട് വെണ്ണക്കണ്ണൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. വെണ്ണക്കള്ളൻ, വെണ്ണക്കണ്ണൻ, അങ്ങനെ എന്തൊക്കെയോ പേരില് ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭക്ഷിക്കുന്ന ഇഷ്ടമുള്ള സാധനങ്ങൾ പാലും വെണ്ണയും അതുമായിട്ട് ബന്ധമുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇതേ അമ്മ പറയാണ്, കളിപ്പാട്ടങ്ങൾ തരാം മോനെ, എന്റെ പൊന്നുമോൻ താഴോട്ട് ഇറങ്ങി വാ. പിന്നെ എന്ത് തരാം? ഈ മാഖൻ മിസരി ദൂത് മലായി എന്നെല്ലാം പറഞ്ഞ എന്താന്നറിയോ? ചോക്ലേറ്റുകള്, അതുപോലെ പാല്. മലായി പറഞ്ഞ പാൽപ്പാടയാണ്. പേടയില്ലേ നമ്മളെ പേട, പേടൊക്കെ തിന്നിട്ടുണ്ടാവൂല്ലേ എല്ലാരും? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് പാലും നെയ്യും ഉപയോഗിച്ച് വരുന്ന സ്വീറ്റ്സുകളാണ് ഈ മാഘൻ എന്ന് പറഞ്ഞ വെണ്ണ. അതുപോലെ അതിന്റെ സ്വീറ്റ്സുകളാണ് ഈ മാഘൻ മിസരി ദൂത് മലായി ദൂങ്കി. ഇതൊക്കെ നിനക്ക് ഞാൻ തരാം മോനെ, എന്റെ പൊന്നു മോൻ ഒന്നാം മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നേന്ന് ഈ അമ്മ പറയുകയാണ്. ക്ലിയർ ആയോ? ആ 4 ലൈൻസ് മനസ്സിലായോ? അതായത് എന്റെ പൊന്നുമോൻ താഴേക്ക് ഇറങ്ങി വാ, എന്റെ നല്ല മോനല്ലേ, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വാ, ചോക്ലേറ്റ് തരാം, പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരാം, പിന്നെയോ നിനക്ക് ഞാൻ വെണ്ണ തരാം, അതുപോലെ പാലുമായത് പേട, അതുപോലെ പാല് എല്ലാം ഞാൻ തരുന്നിരിക്കാം, നീ ഒന്ന് ഇറങ്ങി വരൂ എന്നാണ് പറഞ്ഞത്. മേ ഹസ്ക്, ദേവപ്രിയ ടെക്സ്റ്റ് ബുക്ക് നോക്ക്. കൃപ എവിടെ പോയി മോളെ? കൃപ मैं हंसकर सबसे ऊपर की टहनी पर चढ़ जाता. ഞാൻ ചിരിച്ചോണ്ട് അപ്പൊ എന്ത് ചെയ്യും? അമ്മനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് കയറിപ്പോകും. ഏക് ബാർ മാം കഹ് പത്തോ മേ വഹി കഹീ ചിപ് ജാതാ. ഒരു തവണ കൂടി അമ്മേന്ന് വിളിക്കും, എന്നിട്ട് ആ ഇലകൾക്കിടയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. ബഹുത്ത് ബുലാനെ പർ ഭി മാം ജബ് മേംന ഉദർക്കർ ആത്ത. അമ്മ കുറെ തവണ എന്നെ വിളിച്ചു, താഴേക്ക് ഇറങ്ങി വാ മോനെ എല്ലാം പറഞ്ഞു, പക്ഷേ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നില്ല. മാം തബ് മാം കാ ഹൃദയ തുമാരാ ബഹുത്ത് വികൽ ഹോ ജാത. അപ്പൊ ഈ കുട്ടി പറയാണ്, ഞാൻ ആ താഴേക്ക് ഇറങ്ങി വരാത്ത സമയത്ത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ടാവും അമ്മേ. ഞാൻ താഴോട്ട് ഇറങ്ങി വരാതിരിക്കുമ്പോ അമ്മക്ക് ടെൻഷൻ കയറൂലേ, പേടി ഉണ്ടാവൂലേ, മുകളിൽ നിന്ന് വീഴുവോ അല്ലെ, മുറിയോ കാല് മുറിയോ വീണ് എല്ല് പൊട്ടോ ഒക്കെ പേടി ഉണ്ടാവും അല്ലെ. അപ്പോ അമ്മയുടെ മനസ്സ് ഞാൻ ഇറങ്ങാതിരിക്കുമ്പോഴേ അമ്മയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ?
നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ അമ്മയെ കുറിച്ച്? അമ്മയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും അമ്മയെ സ്നേഹാണോ? യെസ്, അങ്ങനെ ആയിരിക്കണം കേട്ടോ. അതായത് അമ്മയെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്കും ചിന്തിക്കുക. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പിലേ അമ്മ എഴുന്നേറ്റ് എല്ലാം ചെയ്തു തരുന്നു അല്ലേ? എത്ര മണിക്കൂറാ ജോലി ചെയ്യുന്നേ? രാത്രി കിടക്കുന്ന സമയം അമ്മയുടെ സമയം എത്രയാ അല്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. അമ്മയുടെ ആ സ്നേഹം, വീട്ടുകാരോടുള്ള, എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരോടുള്ള വാത്സല്യം എത്രത്തോളം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് അതേപോലെ സ്നേഹിക്കണം. അമ്മയോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറാനോ കയർത്ത് സംസാരിക്കാനോ പാടില്ല. കാരണം അമ്മയ്ക്ക് അത്രക്ക് മക്കളോട് ജീവനാണല്ലേ, മക്കളോട് അത്രയും വാത്സല്യാണ്, സ്നേഹമാണ്. അപ്പൊ മക്കൾ തിരിച്ചൊന്നും അതുപോലെ അമ്മയെയും സ്നേഹിക്കുക. കാരണം അമ്മയെ ഒന്നും അമ്മ മക്കളോട് എന്ത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെ? മക്കൾ നല്ല രീതിയിൽ നടന്നു പോയാലും നല്ല രീതിയിൽ നല്ല സ്വഭാവങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ഈ അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ എന്നെ വഴക്ക് പറയുന്നത് അല്ലേ? പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുട്ടി പറയാണ്, ഞാൻ താഴോട്ട് ഇറങ്ങി വരാത്തപ്പോ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? എന്റെ അമ്മക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇപ്പൊ എന്നെ കാണാനിട്ടെന്നുള്ള ടെൻഷൻ വിചാരിച്ചിട്ടുണ്ടോ? കുറച്ചുപേര് ചിന്തിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ചുപേര് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല അല്ലെ? പക്ഷെ നമ്മൾ വിഷമിക്കുന്ന അതേപോലെ അമ്മയ്ക്കും അമ്മയ്ക്കും എന്തുണ്ട്? ദുഃഖമുണ്ട്. तुम आंचल पसार कर अम्मा वही पेड़ के नीचे. അപ്പൊ താഴോട്ട് ഇറങ്ങി വരാതിരിക്കുമ്പോ അമ്മ എന്ത് ചെയ്തു? ആഞ്ചൽ പസാർ കർ അമ്മ, തന്റെ സാരിത്തുമ്പ് അവിടെ വിരിച്ച് അവിടെ ഇരുന്നു ആ മരത്തിന് താഴെ. ഈശ്വർ സേ കുച്ച് വിൻതി കർത്തി ഭൈതി ആംഖേ മീച്ചെ. ഇതെന്താ ചെയ്ത്? ആ മരത്തിന്റെ കീഴെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്റെ മകന് നല്ലത് വരുത്തണേ, എന്റെ മകന് ആപത്തൊന്നും വരുത്തല്ലേ, മരത്തിന്റെ മുകളിലല്ലേ ഉള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചു. തുമേൻ ധ്യാൻ മേ ലഗി ദേഖ് മേൻ ധീരെ ധീരെ ആക്കാം. അമ്മ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ പിന്നെ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല അല്ലെ? നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ വേറെന്തെങ്കിലും വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഓക്കെ, നമ്മളെ വിളിക്കുന്നതും പറയുന്നതൊക്കെ കേൾക്കും. അല്ലാതെ നമ്മൾ ശരിയായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. പറ്റുമോ? കണ്ണടച്ച് ശരിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലേ? ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് ശരിക്കും ഈശ്വരനെ നിങ്ങൾ വിചാരിക്കുന്ന ഭഗവാനെ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അമ്മ പ്രാർത്ഥിക്കുമ്പോ ആ കുട്ടി മനസ്സിലാക്കി എന്താണ്? അമ്മയുടെ ശ്രദ്ധ ഈശ്വരനിലാണ്. അപ്പൊ മെല്ലെ മെല്ലെ ആ കുട്ടി താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടോ തുമാരെ ഫൈലെ ആഞ്ചൽ കെ നീച്ചെ ചിപ്പ് ജാത. ആഞ്ചൽ മീൻസ് ഡ്രസ്. അമ്മയുടെ ഡ്രസ് ഉദ്ദേശിക്കുന്നത് സാരി, അഞ്ചലം, വസ്ത്രം. അപ്പൊ അമ്മയുടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അമ്മയുടെ സാരിത്തുമ്പിനെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു ഈ പൊന്നുമോൻ. കാരണം എന്തേ? അമ്മ പ്രാർത്ഥിക്കുന്നു മോന് വേണ്ടിട്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് അമ്മയെ കളിപ്പിക്കാൻ വേണ്ടി മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? അമ്മയുടെ സാരിത്തുമ്പിനുള്ളിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. തും ഘബരാക്കർ ആംഖേം ഖോൽത്തി. അമ്മ പരിഭ്രമിച്ചുകൊണ്ട് മെല്ലെ കണ്ണു തുറന്നു. पर माँ गुश हो जाती. फातिमा महफूसा, why are you late? മെഹഫൂസ, എന്താ ലേറ്റ് ആയത്? ഒന്ന് എത്തി നോക്കിട്ട് പോയോ? ഒന്ന് ഇടയ്ക്ക് പ്രസന്റ് പറയാൻ വേണ്ടി വന്നതാണോ? എവിടെയും കാണുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ തും ഘബരാക്കർ ആങ്ക് ഖോൽത്തി പർ മാം ഖുശ് ഹോ ജാത്തി. അമ്മ പെട്ടെന്ന് കണ്ണു വീഴ്ച നോക്കി. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഈ കുട്ടിനെ കണ്ടപ്പോ പെട്ടെന്ന് കണ്ണു തുറന്നു. പക്ഷേ മാം ഖുശ് ഹോ ജാത്തി. അമ്മക്ക് എന്തായി? ഹാപ്പി ആയി. കാരണം എന്തേ?
എന്റെ പൊന്നുമോൻ ആ മരക്കൊമ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു അല്ലേ. ജബ് അപ്പിനെ മുന്നാ രാജാക്കോ ഗോദി മേഹി പാത്തി. ഇത് തന്റെ പൊന്നുമോനെ മടിത്തട്ടിലേക്ക് എടുത്തിരുത്തി. മടിത്തട്ടിലേക്ക് എടുത്തിരുത്തി. അങ്ങനെ പറഞ്ഞറിയില്ലേ? ആ നമ്മളെയൊക്കെ പണ്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി വിചാരിക്കണ്ട എന്നെ ഒന്നും ഇരുത്തുന്നില്ലല്ലോ എന്റെ അമ്മ. നിങ്ങൾ കുറച്ച് വലിയ മക്കളായി, അമ്മനെ ഇരുത്താൻ അമ്മക്കിനി നിങ്ങൾ ഇരുത്താനും പറ്റില്ല കേട്ടോ. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയോ തവണ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ എടുത്ത് മടിയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഫാത്തിമ മെഹൂസ എന്താ ലേറ്റ് ആയിട്ട് ക്ലാസ് കയറിയത്? ഇന്ന് വൈഫ് രാവിലെ തന്നെ കറങ്ങിയിട്ടില്ല. മനസ്സിലായില്ല? ഇന്ന് ഇപ്പൊ രാവിലെ കൊറേ സമയം വൈഫ് കറങ്ങാൻ തുടങ്ങിയിട്ട് കിട്ടണില്ല. ഇപ്പൊ ലാസ്റ്റ് വേറെ വൈഫ് ക്ലാസ് കയറിയായിട്ട് പ്രസന്റ് പറഞ്ഞാലും ഓക്കെ. പക്ഷെ പ്രസന്റ് ആയിട്ട് ഞാൻ അംഗീകരിക്കില്ല. കാരണം നീ എന്ത് ചെയ്യണം? ഇന്നത്തെ യൂട്യൂബ് ക്ലാസ് കണ്ടു എന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ട് അയക്കണം കേട്ടാ. കാരണം ഞാൻ എടുത്ത ഭാഗമെല്ലാം നിനക്ക് മനസ്സിലാവണമെങ്കിൽ. കാരണം അടുത്ത ആഴ്ച എക്സാം ആയി, അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ മകനെ പൊന്നുമോനെ പേജ് നമ്പർ 22 ആണ്. ഫാത്തിമ മെഹൂസ പേജ് നമ്പർ 22 ലാസ്റ്റ് പാരഗ്രാഫാ പറയുന്നത്. അപ്പൊ ഈ മോനെ എടുത്ത് മടിയിൽ അങ്ങോട്ട് ഇരുത്തി. ഇസി തരഹ് കുച്ച് ഗേലാ കർത്തേ ഹം തും ധീരെ ധീരെ. ഇങ്ങനെ ഞാനും അമ്മയും കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും മെല്ലെ മെല്ലെ. ഞാനും അമ്മയും എങ്ങനെ? അമ്മ ഉള്ളിൽ നിന്ന് ജോലി ചെയ്യുമ്പോ ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കടമ്പ് മരത്തിന്റെ മേലെ കയറും, എന്നിട്ട് അമ്മേന്ന് വിളിക്കും. അപ്പൊ അമ്മ എന്നെ അന്വേഷിച്ചു വരും. ഇങ്ങനെ ഒരു തമാശ കളി. യഹ് കടമ്പ് കാ പേട് അഗർ മാം ഹോത്താ യമുനാ തീരെ. ഇങ്ങനെ ഒരു കടമ്പ് വൃക്ഷം, യമുനാ തീരത്തുള്ള കടമ്പ് വൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കളിക്കുമായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടിയുടെ സ്വപ്നാണത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾക്കില്ലേ ഓരോ സ്വപ്നങ്ങള് ഇല്ലേ? ഉണ്ടല്ലേ? സ്വപ്നം കാണാറുണ്ട് നമ്മളല്ലേ? അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അബ്ദുൽ ബാസിദെ വരുന്നൊന്നും കടിക്കല്ല, നഖൊന്നും കടിക്കല്ല. അപ്പൊ ആ ലെസൺ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അല്ല മനസ്സിലായവര് ഒന്ന് തമ്പ് കാണിച്ചേ. മനസ്സിലായവര്, ക്ലിയർ ആയിട്ട് മനസ്സിലായവരൊന്ന് തമ്പ് കാണിച്ചേ. ഓക്കെ, അബ്ദുൽ ബാസിദ് ക്ലിയർ ആയോ മോനെ? ഓക്കെ, ആരോൺ, യെസ്, എബിൻ ക്ലിയർ ആയോ ആ ലെസൺ? എബിൻ ബിജോ, ഓക്കെ. ദേവാഞ്ജന ക്ലിയർ ആണോ? അദ്വൈത്, ദേവാഞ്ജന, അദ്വൈതിനോ? ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ തമ്പ് കാണിച്ചിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഈ ലെസൺ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്, രണ്ടാമത്തെ പീരീഡ് ഇല്ലേ നീ? അതിനു മുന്നേ നിങ്ങൾ ഈ ലെസൺ ഒരു 2-3 പ്രാവശ്യം അവിടെ ഇരുന്ന് വായിക്കണം കേട്ടോ. എന്നിട്ടോ അതിന്റെ വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം അടുത്ത ക്ലാസ്സിന് മുന്നേ. കുറെ പേര് എഴുതിയിട്ടുണ്ടാവാം, എഴുതാത്ത കുറച്ച് പേരുണ്ട്. അവരെന്ത് ചെയ്യണം? ആ ലെസണിന്റെ വേർഡ് മീനിങ് അതുപോലെ സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക. സമാനാർത്ഥി ശബ്ദം വേർഡ് മീനിങ് കേട്ടല്ലോ? ഓക്കെ, മറന്നുപോലെ അടുത്ത ക്ലാസ്സിന് മുന്നേ ആകുമ്പോഴേക്കും എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മതി, ഇന്ന് തന്നെ അയച്ചു തരണ്ട. ടീച്ചർ പറയാം അയക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി ഒരുമിച്ച് അയച്ചാൽ മതി. പക്ഷെ അടുത്ത ക്ലാസ്സിന് മുന്നേ ആകുമ്പോഴേക്കും നിങ്ങൾ ഇതിന്റെ വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം നോട്ടിലേക്ക് എഴുതി വെക്കുക. പിന്നെ അടുത്തത് ശ്രുതലേഖ അല്ലെ? സമാനാർത്ഥി ശബ്ദം. സമാനാർത്ഥി ശബ്ദം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പര്യായ പദങ്ങൾ എന്നാണ് അർത്ഥം. പര്യായ സമാനാർത്ഥി ശബ്ദം. അതാണ് കോപ്പി റൈറ്റിംഗ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കോപ്പി റൈറ്റിംഗിൽ അത് ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ എഴുതിക്കോ.
അപ്പോ സമാനാർത്ഥി ശബ്ദ അതായത് ശബ്ദാർത്ഥ വേർഡ് മീനിങ് എഴുതുമ്പോ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എക്സാമിനും അങ്ങനെ വരില്ലോ. എങ്ങനെ ഹിന്ദി തരും, നിങ്ങൾ ഇംഗ്ലീഷ് മീനിങ് മാത്രം പഠിച്ചാൽ മതി, ഹിന്ദി പഠിക്കണ്ട. നോട്ടിലേക്ക് എഴുതുമ്പോ സമയം കിട്ടുമ്പോ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ, വെറുതെ ഹിന്ദി മീനിങ് വായിച്ചു വെച്ചോ. പക്ഷെ പഠിക്കുമ്പോ നിങ്ങളെ ഹിന്ദി വേർഡിനെ ഇംഗ്ലീഷ് മീനിങ് പഠിച്ചു വെക്കുക കേട്ടോ. മറന്നു പോവോ? അത് വായിച്ചു തരണോ വേർഡ് മീനിങ്? വായിക്കണോ? ഡിക്റ്റേഷനിലത്തെ ഫുൾ എഴുതണോ? ഫുൾ എഴുതണ്ട, ഒരു പേജിൽ 3 എണ്ണോ 2 3 എഴുതാൻ പറ്റുന്നത് ഒരു പേജ് എഴുതുക. ഓക്കെ, അതിൽ ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഏതൊക്കെ വേർഡുകൾ ഉണ്ട് നോക്കിയൊന്ന് മിസ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? കദംബ്, കദംബ് എ ടൈപ്പ് ഓഫ് ട്രീ. തീരെ, ബാങ്ക്, തീരത്ത് നടക്കും. ഭാംസുരി, ഫ്ലൂട്ട്, ഓടക്കുഴൽ. ബാംസുരി, ബാംസുരി എന്ന് പറഞ്ഞാല് ഓടക്കുഴൽ എന്നുള്ള പേര് വരാനുള്ള കാരണം കൂടി മിസ് പറഞ്ഞുതരാം. ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? മുള കൊണ്ടാണ് അല്ലെ? മുള, മുള എന്ന സംഭവം അറിയില്ലേ? മുള. ബാംസ് പറഞ്ഞ മുളയാണ്. അപ്പൊ മുള കൊണ്ട് നിർമ്മിച്ച ഉപകരണം ആയതുകൊണ്ടാണ് ബാംസുരി എന്നുള്ള പേര് വന്നത്. ബാംസ്, മുള. ബാംസുരി എന്ന് പറയുമ്പോ ഓടക്കുഴല്, കേട്ടല്ലോ. ഫ്ലൂട്ട്. ചുപ്കെ ചുപ്കെ ക്വയറ്റ്ലി, സ്വർ വോയിസ്, ചിപ്കർ സീക്രട്ട്ലി, മിസ്രി ഷുഗർ കാൻഡി, ബിഗൽ അൺഈസി, ആഞ്ചൽ ബോർഡർ ഓഫ് സാരി, സാരിയുടെ ബോർഡർ, അറ്റം, തുമ്പ്. വിൻതി റിക്വസ്റ്റ്, ആംഖെ നീച്ചെ ക്ലോസ് ഏസ്, ധ്യാൻ സെൽഫ് അബ്സോർബ്ഡ്, ഘബരാക്കർ നെർവസ്ലി, ഗോദി ലാപ്പ്. ഇനി സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ട്. നെക്സ്റ്റ് സമാനാർത്ഥി ശബ്ദാണ്. തീർ, കിനാര, തട്. ഇതൊക്കെ പഠിക്കണ എക്സാമിന് വരും. കിനാര, തട്. രാജ, നരേഷ്, സമ്രാട്ട്. ബാംസുരി, ബംസി, മുരളി. അമ്മ, മാം, ജനനി. മിസ് വായിക്കുമ്പോ ടെക്സ്റ്റ് ബുക്ക് നോക്ക് നിങ്ങള്. പേട്, വൃക്ഷ, തരു. യമുന, ജമുന, സൂര്യസുധ. വായിക്കാൻ കിട്ടുമല്ലോ? ഓക്കെ. ആഗ്നസേ പറയുന്ന അന്ന് നോട്ട്ബുക്ക് അന്ന് തന്നെ എഴുതി അയച്ചു തരണേ. ആഗ്നസിന്റെ അനിയത്തി കൂടി എയ്മിയും പറയണം വീട്ടിന്ന്. കൃത്യമായിട്ട് നോട്ടൊക്കെ വർക്കൊക്കെ എഴുതി അന്ന് അപ്പൊ തന്നെ എഴുതി അയച്ചു തരണം. ഇനി ശ്രുതലേഖ് ഡിക്റ്റേഷനിൽ വരുന്നത്, അതായത് കോപ്പി റൈറ്റിംഗിൽ എഴുതേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? കദംബ്, കനയ്യ. നിങ്ങൾ ഈ ഡിക്റ്റേഷൻ എന്ത് ചെയ്യണമെന്നറിയോ? 2 3 എണ്ണല്ലേ നിങ്ങളെ കോപ്പി റൈറ്റിംഗിൽ എഴുതുന്നുള്ളൂ. ബാക്കിയുള്ള ടൈം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് റഫിൽ എഴുതി പഠിക്കണം കേട്ടോ ഡിക്റ്റേഷൻ വേർഡുകൾ. കദംബ്, കനയ്യ, ബാംസുരി. കനയ്യ എന്താണ്? ശ്രീകൃഷ്ണനെയാണ് നമ്മൾ കനയ്യ എന്ന് പറയാം. ബാംസുരി, ഖിലൗനെ, ഹൃദയ, വികൽ, ആംചൽ, വിൻതി, ധ്യാൻ, യമുന. എന്താ സേബ കയ്യും കാലിൽ ഇങ്ങനെ പൊന്തി? എന്താന്ന് അവിടുന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതാണോ? അപ്പോ ഡിക്റ്റേഷൻ വാക്കുകൾ ഇത്രയാണ്. ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 3-4 പ്രാവശ്യം ഒന്ന് വായിച്ച് റെഡി ആയിട്ട് വരിക കേട്ടോ. അതുപോലെ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് ഇന്നത്തെ ഡേറ്റ് ഇടുക. ഡേറ്റ് ഇട്ടിട്ട് എഴുതണം. എപ്പോഴും നിങ്ങൾ നോട്ടില് ഏത് ഡേറ്റിനാണോ വർക്ക് ചെയ്യുന്നത് ആ ഡേറ്റ് എടുക്കണം. ഹിന്ദി നോട്ടില് കോപ്പി റൈറ്റിംഗിലായാലും ടെക്സ്റ്റ് ബുക്കിലായാലും നോട്ട്ബുക്കിലായാലും നിങ്ങൾ എഴുതുന്ന ഡേറ്റ് മുകളിൽ ഉണ്ടായിരിക്കണം.
കേട്ടോ. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദവും എഴുതുക. അടുത്ത ക്ലാസ്സിൽ മിസ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നാളത്തെ ഡേറ്റ് ആണെങ്കിൽ നാളെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നെങ്കിൽ നാളെ നിങ്ങൾ നാളത്തെ ഡേറ്റ് ഇടുക കേട്ടോ. ആ എന്താ വെച്ചാല് കുറെ പേര് 2 ആഴ്ച കഴിഞ്ഞൊക്കെ എഴുതുന്നു. അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കാലോ. മടിയന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ മൗഖിക പ്രശ്നം കൂടി മിസ് ഇപ്പൊ പറഞ്ഞുതരാം. മൗഖിക പ്രശ്നം ഓറൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ മിസ്സിന് പറഞ്ഞു തരുന്നത് ഓറൽ ക്വസ്റ്റ്യൻസ്. कविता में बालक यमुना किनारे किस पेड़ के होने की कल्पना कर रहा है? ഈ കവിതയിലെ കുട്ടി യമുന തീരത്തുള്ള ഏത് മരത്തിനെയാണ് സ്വപ്നം കാണുന്നത്? ഏത് മരാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? എല്ലാരും പറഞ്ഞേ. പറഞ്ഞേ. ഇനിയും കുറച്ച് പേര് പറയാനുണ്ട്. വായി തുറക്കാത്തവരുണ്ട്. കടമ്പ് ട്രീ അല്ലേ? കടമ്പ് മരം. അദ്വൈത വീഡിയോ ഓഫ് ചെയ്യില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബാലക് പേട് പർ ബൈഠ് കർ ക്യാ ബജാനാ ചാഹതാ ഹൈ? കുട്ടി മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്താണ് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? എന്തോ ഒരു ഉപകരണം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ? ശ്രീകൃഷ്ണനെ പോലെ. ഓർക്കെ പറഞ്ഞേ. ഓടക്കുഴൽ. എന്താണ് അതിന്റെ ഹിന്ദി? ബാംസുരി. എല്ലാരും പറഞ്ഞേ. പറഞ്ഞേ ബാംസുരി. നെക്സ്റ്റ്. ബാലക് ക്യാ ബന്നാ ചാഹതാ ഹൈ? ആരെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നത്? ആരാവാൻ ആഗ്രഹിച്ചില്ലേ? ശ്രീകൃഷ്ണൻ അല്ലെ? കനയ്യ. നമ്മുടെ കവിതയിൽ കൊടുക്കുന്നത് കനയ്യ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും മതി. എല്ലാരും പറഞ്ഞേ. കൻഹയ്യ. ആരോടൊന്നും മിണ്ടുന്നില്ലല്ലോ. ആരോടാ 3ന്റെ ആൻസർ എന്ന് പറഞ്ഞുതരോ? എല്ലാരും പറയുമ്പോ നീ എന്താ അവിടെ മിണ്ടാതിരിക്കുന്നേ? ബാലക് ക്യാ ബന്നാ ചാഹതാ ഹൈ? എന്താണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്? എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? കനയ്യ. അല്ലെങ്കിൽ എന്ത് പറയാം? ശ്രീകൃഷ്ണ. ഓക്കെ. അപ്പൊ മക്കളെല്ലാരും അവിടെ ഇരുന്ന് അടുത്ത ക്ലാസ്സിന് മുന്നേ ഒരു 2-3 പ്രാവശ്യം കവിത വായിക്കണം. മിസ് വായിപ്പിക്കും കുറച്ചു പേരെ. അദ്വൈതേ കേട്ടോ? അതിന്റെ മടി കുറച്ച് മാറ്റാനുണ്ട്. മിസ് വരുന്നുണ്ട് അങ്ങോട്ട് ചൂരില് വടിയും കൊണ്ട്. അദ്വൈത് ഇങ്ങനെ കുറച്ചു പേരെ മടി മാറ്റാനുണ്ട് അല്ലേ? മടിയെല്ലാം മാറിയല്ലേ? നല്ല മോനായി. ഓക്കെ. നിഹാല് ഹോംവർക്കുകൾ ഇതുവരെ കംപ്ലീറ്റ് ആണോ? 3ാമത്തെ ലെസൺ വരെ. ഓക്കെ. ഇനി 4ാമത്തെ ലെസൺ ഇന്ന് തന്നെ എഴുതുക. സെറ എന്തെന്ന് മിസ്സിനെ അയച്ചു തന്നിട്ടുണ്ടോ? 3 ലെസണും അയച്ചു തന്നോ? ഇന്ന് നോക്കണേ. ഇന്ന് ചെക്ക് ചെയ്യണം. ടെക്സ്റ്റും നോട്ട്ബുക്കും ചെക്ക് ചെയ്യാം. 3ഉം കംപ്ലീറ്റ് ആണ്.